ദണ്ഡറ്റവും മുറിക്കും വാളുവചനം. ആമേൻ, ആമേൻ. മനസ്സമാധാനവും അസ്വസ്ഥതയും ഭാരവും നിന്നെ ഹോണ്ട് ചെയ്യും. ഒരു വിധത്തിലും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നിനക്ക് പറ്റാതെ പോകുമ്പോൾ ഇന്ന് ജീവിതത്തിൽ, ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ മനസ്സമാധാനം കെടുത്തുന്ന കുറവുകളുടെ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. യെശയ്യാ 48:22. ദുഷ്ടൻ ഒരിക്കലും സമാധാനം കിട്ടില്ല. ദുഷ്ടൻ ഒരു വിധത്തിലും സമാധാനം കിട്ടില്ല. സംഖ്യയുടെ പുസ്തകം പറയുന്നു, നിന്റെ പാപം നിന്നെ വേട്ടയാടുക തന്നെ ചെയ്യും. അതിനാൽ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എളിയവരെ പോലെ നമുക്കിരിക്കാം. എൻ്റെ മനസ്സമാധാനം കെടുത്തുന്നത്, എൻ്റെ ആത്മാവിൽ തീയിടുന്നത്, എൻ്റെ ഹൃദയത്തിൽ വിഷവത്തിടുന്നത് ഒരുപക്ഷെ നമ്മുടെ തെറ്റായ ചിന്തകളും പ്രവൃത്തികളും ആകാം. യെശയ്യാ 48:22. ദുഷ്ടർക്ക് ഒരു വിധത്തിലും സമാധാനം കിട്ടില്ല. എന്നാൽ നിനക്ക് സമാധാനം കിട്ടട്ടെ. ഇന്നത്തെ ദിവസം കർത്താവിന്റെ സമാധാനം നിന്നെ തേടി വരികയും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും നിന്റെ കിടക്കയിൽ നിന്ന് പൊക്കിയെടുക്കുകയും ഒരു പുതിയ ശക്തി നിന്റെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ ഒരു പുതിയ കരുത്ത് നിന്നിലേക്ക് വരട്ടെ. പാപത്തെ കഴുകി മനസ്തവിച്ച് കർത്താവിനോട് മനസ്സുകൊണ്ടൊരു സോറി ചോദിച്ചിട്ട് ഈ ദിവസം ആരംഭിക്കുക. കർത്താവ് ഒരു പുതിയ പ്രവൃത്തി നിനക്ക് വേണ്ടി ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവെ, മനസ്സ് മടുത്ത് തകർന്ന് മരവിച്ച് മനസ്സമാധാനം കിട്ടിയിരിക്കുന്നവരുടെ മേലെ നിന്റെ അഭിഷേകം അയക്കണമേ. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ.